ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലിനിയ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനപ്പോഴേ ഒരു സാധനം റിട്ടേൺ അടിക്കാനായിട്ട് ടൗണിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ലേശം പൊടിക്ക് വൈകി ഇറങ്ങിയേക്കുന്ന 5 മണി ആയിട്ടുണ്ട്. അതുകൊണ്ട് ചെല്ലുമ്പോഴേക്ക് കട ക്ലോസ് ആയി പോകുന്നൊരു സംശയമുണ്ട്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയേക്കുക. ഇന്നിപ്പോൾ അതുകൊണ്ട് നല്ല വെയിലുണ്ട്, അതുപോലെ തന്നെ നല്ല ചൂടുണ്ട് കേട്ടോ. വെയിൽ നല്ലപോലെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. അപ്പം ഞാനൊരു സൺഗ്ലാസെങ്കിലായിട്ട് ഇറങ്ങേണ്ടതായിരുന്നു. ഇങ്ങനെ വെയിലടിക്കുമ്പോൾ ഞാൻ വിചാരിക്കും കേട്ടോ, നമ്മുടെ തണുപ്പ് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഞാൻ നഴ്സിംഗ് ചൂസ് ചെയ്തത്, അത് ചൂസ് ചെയ്തിട്ട് മണ്ടത്തരമായിട്ട് തോന്നിയോ, എൻ്റെ നഴ്സിംഗ് പഠന ലൈഫ് എല്ലാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്തുകൊണ്ട് ഞാൻ നഴ്സിംഗ് ചൂസ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ നമ്മൾ +2 ഒക്കെ കഴിഞ്ഞ് ഒരു കോഴ്സ് എടുക്കുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു കേട്ടോ, എന്തിനും പോകണമെന്ന്. ഞാൻ ഒരുമാതിരിയൊക്കെ നഴ്സിങ്ങിന് പോകണമെന്ന് മൈൻഡിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബയോളജി സയൻസൊക്കെ എടുത്ത്. എന്നാലും ആ ഒരു ടൈം എത്തുമ്പോൾ ഒരുമാതിരി കൺഫ്യൂസിങ് ആയിരുന്നു കേട്ടോ, നഴ്സിങ്ങിന് തന്നെ പോകണോ അതോ വേറെ എന്തെങ്കിലുമൊക്കെ പോകണോ. നമ്മൾ +2 കഴിഞ്ഞ് ഇറങ്ങിയ ടൈം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജിനീയറിങ്ങിൻ്റെ ഒക്കെ ഒരു പീക്കിൽ, ആ ഒരു കോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പീക്കിൽ നിൽക്കുന്ന സമയം എല്ലാവരും എൻജിനീയറിങ്ങിന് ചൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നഴ്സിംഗ് ആരും പോകുന്നില്ല എന്നൊന്നുമല്ല, ഇഷ്ടംപോലെ ആളുകൾ നഴ്സിംഗ് ചൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നഴ്സിംഗ് ചൂസ് ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി സാധ്യത തന്നെ കേട്ടോ. എങ്ങനെ ആയാലും എവിടെയായാലും നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സിന് ജോബ് ഉണ്ടാവും നമുക്കറിയാം. അതിപ്പം ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, എവിടെയാണെങ്കിലും ഇപ്പോൾ കേരളത്തിൽ തന്നെ നിൽക്കണമെന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നിൽക്കണമെന്ന് ആലോചിച്ചിട്ടില്ലായിരുന്നു. എന്നിരുന്നാൽ കൂടിയും ഏത് രാജ്യത്താണെങ്കിലും പോസിബിലിറ്റീസ് ഉള്ളൊരു പ്രൊഫഷനാണ് നഴ്സിംഗ് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ നഴ്സിംഗ് എടുക്കാനുള്ള മെയിൻ കാരണം. നമ്മൾ നഴ്സിംഗ് പഠിച്ചത് കേരളത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ. അതിപ്പോൾ ഞാൻ തന്നെ ചൂസ് ചെയ്തതാണ് കേരളത്തിൽ തന്നെ പഠിക്കാമെന്നുള്ളത്. പുറത്തേക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, കേരളത്തിൻ്റെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി പഠിക്കണം എന്ന്. എല്ലാവരും അടിച്ചു പൊളിച്ചൊക്കെ നടക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, കേരളത്തിൽ തന്നെ അങ്ങ് പഠിക്കാമെന്നുള്ളൊരു ഒറ്റ മൈൻഡിൽ അങ്ങോട്ട് ചേർന്നതാണ് നമ്മുടെ നഴ്സിംഗ് കോളേജിൽ കേരളത്തിൽ. പക്ഷേ ആ ഒരു 4 വർഷം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ കോഴ്സ് 4 വർഷമായിരുന്നല്ലോ, ആ 4 വർഷം ഹെൽ ഓഫ് എ ലൈഫായിരുന്നു. ഒരു സൈഡിൽ നിന്ന് ഞാൻ പറയുമ്പോൾ നല്ലതായിരുന്നു എന്ന് പറയും, കാരണം നമുക്കന്ന് ഫോണൊന്നും സ്ട്രിക്റ്റ്ലി യൂസ് ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റുഡൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷനും നമുക്കൊരു ക്വാളിറ്റി ടൈമൊക്കെ ഉണ്ടായിരുന്നു. കുറേ സമയം ഇങ്ങനെ റീൽസ് കണ്ടോ അല്ലെങ്കിൽ ഫോൺ നോക്കി നമ്മൾ കളഞ്ഞിട്ടില്ല. ആ സമയത്ത് പിന്നെ റീൽസ് ഒന്നും അത്ര പോപ്പുലർ അല്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ഈ റീൽസിൻ്റെ പരിപാടി, ടിക്ടോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നത്. എങ്കിൽ കൂടി നമുക്ക് വാട്സപ്പ് ഫേസ്ബുക്കൊക്കെ വേണം. അന്ന് ഫേസ്ബുക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സാധനമാണല്ലോ. അതൊക്കെ വേണമെന്നൊക്കെ നമുക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കോളേജിൻ്റെ സ്ട്രിക്ട്നെസ് കാരണം നമുക്ക് വീട്ടിലേക്ക് പോലും ഡെയിലി വിളിക്കാനുള്ള പെർമിഷൻ ആ ടൈമിലുണ്ടായിരുന്നില്ല. ഞാൻ പഠിച്ച അതേ സെയിം കോളേജിൽ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇപ്പം ഞാൻ ആലോചിക്കും കേട്ടോ, അസൂയ കൊണ്ടൊന്നല്ല, എന്നാലും ഞാനങ്ങനെ ആലോചിക്കും, എന്തുകൊണ്ട് എന്തുകൊണ്ട് അവർ അത്രയേറെ നരകത്തിൽ ജീവിക്കാൻ അനുവദിച്ചു. ഇപ്പം എന്തുകൊണ്ട് അവർ അന്ന് പാപമായി കണ്ടതൊന്നും ഇന്ന് എന്തുകൊണ്ട് പാപമല്ല എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പോൾ 4 വർഷത്തെ കോഴ്സിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ തന്നെ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ഇയർ തന്നെ ഡിഫിക്കൽട്ട് എന്ന് പറയുന്നില്ല, 4 വർഷം നമുക്ക് ഡിഫിക്കൽട്ട് തന്നെയായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരുപാട് അസൈൻമെൻറ്റുകൾ, നമുക്ക് വൈവകൾ, എക്സാമിനാണെങ്കിലും. നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ അത്ര വിലയൊന്നും ഇല്ലാത്തൊരു കോഴ്സാണ്. എന്നിരുന്നാൽ കൂടെ അതൊന്ന് പാസ്സാകാനായിട്ട് നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൂടാതെ നമുക്കിപ്പം ഹോസ്റ്റലാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എക്സ്ട്രീംലി സ്ട്രിക്റ്റ് ആയിരുന്നു നമ്മുടെ കോളേജ് ഹോസ്റ്റലൊക്കെ. നമുക്ക് ഹോസ്റ്റലിലാണെങ്കിൽ ഞാൻ നൈറ്റ് ഡ്രസ്സ് കൊണ്ടൊക്കെയാണ് നമ്മുടെ ഹോസ്റ്റലിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ നമ്മൾ പജാമ സെറ്റ് അല്ലെങ്കിൽ നൈറ്റ് ഡ്രസ്സ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സാധനം അവിടെ ഇടാനായിട്ട് അലൗഡ് അല്ലായിരുന്നു. നമ്മൾ ഫുൾ സെറ്റ് ഓഫ് ചുരിദാർ മാത്രമേ നമുക്ക് ഹോസ്റ്റലിനകത്ത് പോലും ഇടാനായിട്ട് പറ്റുള്ളൂ. പെൺകുട്ടികൾ മാത്രമുള്ള ഹോസ്റ്റലാണ് കേട്ടോ. ആ ഹോസ്റ്റലിനകത്ത് നമുക്ക് ഫുൾ സെറ്റ് ഓഫ് ചുരിദാർ വിത്ത് ഷോള് മാത്രമേ അലൗഡ് ആയിരുന്നുള്ളൂ. അപ്പോൾ ചെന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നാളത്തേക്ക് ഞാൻ എൻ്റെ ചുരിദാർ നല്ല ചുരിദാറുകളൊക്കെയാണ് ഞാൻ ഹോസ്റ്റലിൽ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഡ്രസ് കോഡ് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അതുകൂടാണ്ട് നമുക്ക് രാവിലെ 6 മണിക്ക് ഹോളി മാസ് ഉണ്ട്, വൈകുന്നേരം 7 മണിക്ക് റോസറി ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടം, അല്ലെങ്കിൽ അസുഖമാണെങ്കിൽ അസുഖം, അല്ലെങ്കിലും എന്തായാലും നിർബന്ധമായിട്ടും സ്ട്രിക്റ്റായിട്ടും കൂടേണ്ട കാര്യങ്ങളാണ്. വിത്തൗട്ട് എനി ചോയ്സ് നിങ്ങളതിന് പ്രസൻ്റ് ആയിരിക്കണം ഈ ടൈമുകളിൽ. അന്നൊക്കെ നമുക്ക് ഡൂസിനേക്കാളും കൂടുതൽ ഡോൺസ് ആയിരുന്നു കേട്ടോ. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, മറ്റേത് ചെയ്യരുത്. ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് നമുക്കന്ന് കൺഫ്യൂഷനായിരുന്നു. കാരണം തൊടുന്നതും പിടിക്കരുതല്ല, അത് അരുത് എന്നൊരു വാക്കാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഓരോ
വർഷം കഴിയുന്തോറും സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ അങ്ങനെ ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ ഒരു സ്ട്രിക്ട്നെസ്സിൻ്റെ പിടുത്തത്തിൽ ചെറുതായിട്ട് അഴിവുകളുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് 4 ഇയേഴ്സിലേക്ക് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ. ജീൻസും ടോപ്പ് ഇടാൻ പാടില്ല, എപ്പോഴും ചുരിദാർ തന്നെയൊക്കെ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ കോളേജ് പ്ലസ് ഹോസ്റ്റൽ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ക്ലിനിക്കൽ സൈഡിലേക്ക്, പോസ്റ്റിംഗ് സൈഡിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി നമ്മുടെ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അടിമക്കണ്ണായിരുന്നു നമ്മൾ. അടിമപ്പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിറ്ററലി അടിമപ്പണി, തൂപ്പ്, തുടപ്പ്, അതൊക്കെ ഇവിടെ ചെയ്യുന്നുള്ളൂ കേട്ടോ. ചെയ്യുന്നില്ല എന്നൊന്നുമല്ല, അന്നൊരു ബേസ് കിട്ടി. ഓഫ് കോഴ്സ് അതിന് നമ്മൾ താങ്ക്ഫുൾ ആയിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മളെന്താ പറയുക, നമ്മുടെ BSc നഴ്സിങ്ങിൻ്റെ കോഴ്സ് റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതുവരെ അവിടെ GNM ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളോട് അവർക്ക് എന്തോ ഒരു വിരക്തതയായിരുന്നു BSc നഴ്സസിനെ കാണുമ്പോൾ. അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ചൊറികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ നമ്മളിപ്പോൾ ഓവർകം ചെയ്തായിട്ടാണ് വന്നത്. അപ്പം നിങ്ങളിപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെയാണ് നഴ്സിംഗ് ലൈഫിൽ ഇങ്ങനത്തെ നമുക്കന്ന് ഉണ്ടായിരുന്നത്ര എന്തായാലും ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഒരു ടെസ്റ്റും കാര്യങ്ങളൊന്നും. അപ്പം ഇപ്പം സ്ട്രഗിളിൽ കൂടെ കടന്നു പോകണമെങ്കിൽ നെവർ മൈൻഡ്, ഇതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഭാവി ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാനും അങ്ങനെ ഓവർകം ചെയ്ത്. പക്ഷെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ കളയരുത് കേട്ടോ. നമ്മളൊക്കെ അന്ന് പഠിച്ച സമയത്ത് ഒരുപാട് നമ്മളങ്ങ് സെൽഫ് കോൺഫിഡൻസിനെ തല്ലി തകർക്കുന്ന രീതിക്കുള്ളൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ കളയരുത് കേട്ടോ. പിന്നെ നമ്മൾ ഈ കോഴ്സ് എടുക്കാൻ പോകാൻ നേരം ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞായിരുന്നു കേട്ടോ, ഈ കോഴ്സ് വേണ്ട, വേറെ എന്തെങ്കിലും പഠിച്ചാൽ മതി, നഴ്സിംഗ് പഠിക്കണ്ട, വേറെ എന്തെങ്കിലും നല്ലൊരു കോഴ്സ് പഠിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോട്ടം എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നല്ല കോഴ്സല്ല വെച്ചാൽ ഒരു കുറച്ചിലെന്നുള്ള രീതിക്കുള്ളൊരു തോട്ടുണ്ടായിരുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ തന്നെ കുറേ പേര് ഇത് വേണ്ട എന്നുള്ള രീതിക്ക് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് ചൂസ് ചെയ്തത്, ഇത് മതി പ്രൊഫഷൻ എന്നുള്ള രീതിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ കോഴ്സ് ചൂസ് ചെയ്തൊരു സിറ്റുവേഷനും. അതുപോലെ തന്നെ നഴ്സിങ്ങിൻ്റെ പഠനകാലങ്ങളൊക്കെ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, മുഴുവനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിവേ ജോലിക്ക് ജോയിൻ ചെയ്തിട്ട് ആദ്യം ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തത് പൂനെയിൽ. അപ്പോൾ ജോലിക്ക് ജോയിൻ ചെയ്തതൊട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.